ഹലോ കഞ്ഞിക്കുഴി, ഞാനൊരു അല്പം ബിസിയാണ്, കുറച്ച് കഴിഞ്ഞ് വിളിക്കൂ. ആ പ്രൊഡക്റ്റ് ഒന്ന് അപ്പ് ചെയ്തേ, എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ല. ഹലോ, ഞാനോ? വലിയ തുറയുണ്ട്, വന്നോളൂ വന്നോളൂ വന്നോളൂ. അമ്പോ മോഡ ഫോട്ടോഷൂട്ട് ആവൂ. കുട്ടി, chin up, chin down, eyes open, smile. Yes, very good guy. Wow. What a light, what a photography. Well done my boy. ആ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുവാ. എന്തിനാ ഫോട്ടോ ഇങ്ങോട്ട് കൊണ്ടുപോടാ, ഒന്ന് കാണട്ടാ. ഇവിടെ ഒരു ഫോട്ടോ എടുത്തോ പോരാ, അതെന്റെ ഫേസ്ബുക്ക് പേജിൽ നോക്കിയാൽ മതി. കുക്കോ ഫോട്ടോഗ്രാഫി 800 ലൈക്സ് ഉള്ള പേജാണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലടാ മോനെ? ഇൻസ്റ്റാഗ്രാമോ? ചാളി വിറ്റടക്കണ തള്ളക്ക് ഇൻസ്റ്റാഗ്രാം. ഇറങ്ങിക്കോളും മനുഷ്യരെ മെനം കിടത്താൻ വേണ്ടി രാവിലെ. ഓലം വെച്ച പോലെ. പക്ഷെ നിൽക്കേണ്ട സ്ഥലം ഇവിടെ അല്ല, വല്ല വയലിലും കൊണ്ട് നിർത്തണം, കറക്റ്റ് ആയിരിക്കും. എന്നല്ലോ ഡേ, എന്തായി ഡേ? നടേശൻ മുരളി എന്ത് പറഞ്ഞു? നടേശൻ ഞാനാണ് സിനിമോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞപ്പോ തന്നെ പുള്ളി ഓക്കെ അടിച്ചു കാണുമല്ലോ. ഡ്രൈവർ വണ്ടി എടുക്കൂ എടുക്കൂ. വിട്ടോ വിട്ടോ വിട്ടോ. ഇൻസ്റ്റാഗ്രാം തുടങ്ങണം, കുക്കോ ഫോട്ടോഗ്രാഫി. അവര് ന്യൂ ഇയറിന്റെ ആഘോഷം തുടങ്ങി. പിന്നെ നമുക്ക് തുടങ്ങണ്ടേ? നമ്മളിങ്ങനെ തുഴഞ്ഞു നടന്നേ. അപ്പൊ നിങ്ങൾ ഇതുവരെ ഒന്ന് റെഡിയാക്കി. മാഷേ, നാളെ പുതിയൊരു വർഷം തുടങ്ങിയാണ്. അതിന് അടുത്ത അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമയിൽ അഭിനയിക്കുക. കാലുതാരാവാൻ വന്നതാ. കാലത്താതരേ, അടുത്ത വർഷം നിന്റെ കാണുന്ന ഒരു പടത്തിൽ അഭിനയിക്കും, ഹിറ്റും ആവും. അമ്പോ, ഈ പറച്ചിൽ മാത്രം പോരാ, ഇതൊക്കെ ചെയ്ത് കാണിക്കണേ. കാണിക്കും. മാമാ മാറ്. അഭിനയിച്ചില്ലേലും വേണ്ടില്ല, മാമനടിക്കല്ലേ. നീ ക്യൂ വേണ്ട, എന്റെ കേറിട്. അല്ല, സാറിന് ഫോട്ടോഷൂട്ടിന് പോയിട്ടൊന്നും കിട്ടിയില്ലേ? അതൊരു പാവം കൊച്ചായിരുന്നേ, അവളുടെ പ്രൊഡക്റ്റ് ഒന്ന് അപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്തല്ലേ. അല്ല, നിങ്ങളേലൊന്നുമില്ല. ഉണ്ട് ഒലക്കെ ഒഴുങ്ങിയത്. ഈ വർഷം എല്ലാവരും നൂറ് ആഘോഷിക്കും, നമ്മൾ മാത്രം ഉജ്ജ്വലമായിരിക്കും പ്രകടനം. അല്ലെങ്കിലും നീയൊക്കെ ഉജ്ജ്വലമാണല്ലോ. ഹായ് ചേട്ടാ, ഒരു കുപ്പി തരോ? ഹായ്. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ലൈവിൽ വന്നിരിക്കുന്നത് എൻ്റെ സിനിമാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനോ ഇല്ലെങ്കിൽ പ്രമോഷന് വേണ്ടിയോ ഒന്നുമല്ല. എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നെ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാനാണ്. പക്ഷേ അത് ഇപ്പോഴല്ല, നാളെ ന്യൂ ഇയർ അല്ലേ. സോ കൃത്യം 11:50 ഞാൻ വീണ്ടും ലൈവിൽ വരുന്നതായിരിക്കും. നിങ്ങളുടെ കമൻസുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്, പക്ഷേ അതിനുള്ള റിപ്ലൈ ഞാൻ കൃത്യം 12 മണിക്ക് തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എന്തൊരു പ്രശ്നമുണ്ട് കേട്ടാ. എങ്കിലും ഉളപ്പം നടിയാണ്. ഇരിക്കട്ടെ, എന്റെ വകൊരു ഹൃദയം. ഹലോ ഡോൺ സാറേ, ഇവിടെ എല്ലാം റെഡിയാണ്, സാറിങ്ങി വന്നോട്ടാ മതി. സാധനം സേഫ് അല്ലേ? ഛേ, ഇത് എന്തിനാ പറയണത്? ഈ കുണ്ടാങ്ങട് രവിരെയും സാധനം പോകുന്നാണെന്ന് തോന്നണുണ്ടാ? അങ്ങനെയാണെങ്കിൽ we'll meet tonight. You wait at the airport and take care of my bottle. Okay? Bye. അല്ല ഡോൺ സാറേ, നമ്മുടെ ഡീലിന്റെ കാര്യം അതിലൊരു മാറ്റവുമില്ല. ബൈ. ഇത്തവണ കാലക്കും. ഡോൺ. ഏത് അണ്ണനെ പോലെയാ? ഞാൻ വെറും ക്ലേ, ഇത് ഡോൺ, ഒരു 1.5 ഡോൺ. बॉस वो आ गया. I will call you later.
$200 crores. Deal, huh? പക്ഷേ ഈ ഇടയായിട്ട് നമ്മളെ ഡോൺ സാറിന് സമയം വളരെ മോശം. വെരി ഉഗ്ലി ടൈപ്പ്. My deal, my pen. क्या देख रहा है बे? उसकी माँ की कलम. अरे 200 crores deal, huh? You Spanish idiot. You bloody white. Oh my gosh. Oh, I'm so sorry. क्या बे? അപ്പോ എന്നിട്ട് എന്തിനാ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ഡോൺ സാറ് ഒരു പോർച്ചുഗീസ് ജോത്സ്യനെ പരിചയപ്പെടുന്നത്. എന്തിനാണ് അവന്റെ പേര്? ഛേ, ഒറാങ്കുട്ടൻ അല്ലല്ല, ഛേ, റംബൂട്ടൻ. Amacito, asimala amekoha, no sahana, lo simalaha, esiko mahana, asperito, mama dira. Asperito, mama dira. ഈ സുനയാണ് റംബൂട്ടാൻ പറഞ്ഞ വായിക്കൊള്ളാത്ത ആ സാധനം. ഇതെടുക്കാനാണ് ഡോൺ ഇവിടെ വരുന്നത്. അതിന് പകരം എനിക്ക് തരുന്നത് 50 കോടി രൂപയുടെ ഡീല്. അപ്പൊ ഇതിൽ ലാഭം ആർക്കാണ് വേണ്ടേ? അണ്ണന്. ആ, കറക്റ്റ്. ഈ കുപ്പി എങ്ങനെ കളയുന്നു വർഷങ്ങളായിട്ട് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ ഈ കുപ്പിയുടെ ചരിത്രം നിനക്കൊന്നും അറിഞ്ഞൂടല്ലേ? എടാ, ഇത് അടിക്കലാമ പുഴുത്ത് പണ്ടാരം അടങ്ങി പോവും. അതിനെയാണ് ഈ പുണ്ണാക്കെ എനിക്ക് 50 കോടി രൂപ വന്ന് കൊണ്ടുപോകാൻ പോണത്. എങ്ങനെയുണ്ട്? എന്തൊരു പണ്ടനാവനല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. അയ്യോ, അളിയാ കുമ്പിടിച്ചാപ്പി, ഞാനാണ്. എടാ, നീ എന്നെ ഒന്ന് സഹായിക്കണം. എടാ, ഈ സമയത്ത് നീ അല്ലാതെ വേറെ ആരില്ലാന്ന് നിനക്കറിയാലോ. അത് ഞാൻ തരും. ആ, പിന്നെ ഈ വർഷം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷമേ നടക്കുള്ളൂ. നിനക്കറിയാലോ അത്. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ തരാം. തേച്ച് ആ പ്രതീക്ഷയും പോയി. അവൻ എന്താ പറഞ്ഞേ? ഞാനൊരു 2000 രൂപ കൊടുക്കണ്ടേ, അതിന് 1000 രൂപ എടുത്ത് അടിച്ചോളാൻ പറഞ്ഞു. ആ, എന്നാ പിന്നെ 1000 രൂപ. അത് ശരിയാവില്ല. അതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുക്കാനുള്ള 2000 പിന്നെ ഇപ്പൊ എടുക്കണ 1000 ചേർത്ത് 3000 രൂപ ഞാൻ കൊടുക്കേണ്ടി വരില്ലേ? നിങ്ങളൊന്നാണെങ്കിൽ ഷെയറും തരില്ല. അത് ശരിയാ. കറക്റ്റാണ്. ഇതും തേജസ്ഥിതിക്ക് പ്ലാൻ ബി. എന്താണത്? GN PC. അത് പൊളിച്ച്. അതൊന്നും വേണ്ട, ചുമ്മാ നാണക്കേട്. നീ അടിക്കുന്നുണ്ടോ? എടാ, മോത്തെ കൊള്ളാം. അപ്പൊ കുറച്ച് നാണക്കേണ്ടി വരും. ഓക്കെ അല്ലേ? ഓക്കെ.
ബിജു ഇതിനെ പെരുക്കിക്കൊണ്ടിരുന്ന സമയങ്ങൾ വേണം അറിയില്ല ഏട്ടാ. എന്തിനൊക്കെ സീനുകളുണ്ട് ഇതിനകത്ത്. എൻ്റെ അമ്മോ, ഫീലിംഗ് അവസ്ഥ. ഡിയർ GNPC ബ്രദേഴ്സ് ശരിയടേ, ചൊക്കനെ അടിച്ചോണ്ട് ഇറങ്ങിയിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഓ, ന്യൂ ഇയർ. നിങ്ങളെല്ലാവരും മദ്യലഹരിയിലേക്ക് കടക്കാൻ പോകുമ്പോൾ ഞങ്ങൾ 3 പേർ ഒരു തുള്ളി മദ്യത്തിനായി ഇവിടെ അലയുകയാണ്. സഹായിക്കാൻ സന്മനസ്സുള്ളവർ മുന്നോട്ട് വരിക. ഡേ ബിജു, വണ്ടി ഇറേ, നമുക്ക് അവന്മാരിക്ക് ഒരു ഫുള്ള് വാങ്ങിച്ചു കൊടുക്കാം. പാവം അതെന്നാ ഡോൺ സാറിപ്പിങ്ങത്തും. ഓ, അത് ശരിയാണല്ലേ. ഛേ, പാവം പൈലുകള്. എന്ന് സ്നേഹപൂർവ്വം പച്ചക്ക് ബേസില് കുക്കോ രോഹിണിയാ പാവം പെണ്ണ്. അമ്പോ, ഡോൺ വിളിക്കുന്നു. ഹലോ ഡോൺ സാറേ, നമ്മളിവിടെ എയർപോർട്ടിന്റെ വെളിയിലുണ്ട്. ഓക്കെ വണ്ടി ഇറങ്ങാം അങ്ങോട്ട്. ശരിയാണ്. ഹാവ് ഇറ്റ് ഡയാന. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീ ചെയ്ത പാപത്തിന്റെ ശിക്ഷ ഭൂമിയിൽ വെച്ച് തന്നെ നീ അനുഭവിക്കണം. എങ്കിലേ നിനക്ക് സ്വർഗം ലഭിക്കൂ. എന്നോട് ക്ഷമിച്ചൂടെ? എന്നെ കൊല്ലരുത്. അതിന് നിന്നെ ഞാൻ കൊല്ലുന്നില്ലല്ലോ. നീ ആത്മഹത്യ ചെയ്യല്ലേ? ഡെപ്പി ഇറങ്ങണേ. നിന്റെ മുണിക്സൊക്കെ എടുത്താണ്. കൊള്ളാം നന്നായിട്ടുണ്ട്. അല്ല ചേട്ടാ, നമ്മുടെ ഫ്ലാറ്റിലെ ഇതൊക്കെ ആയിട്ട് ഈ സിനിമക്കാരൊന്നുമില്ലേ കേക്ക് കട്ട് ചെയ്യാൻ? നമ്മുടെ ഫ്ലാറ്റിലെ സെലിബ്രിറ്റി ഉള്ളപ്പോ എന്തിനാടാ വെളിയിൽ നിന്ന് സിനിമ? അത് ശരിയാ ചേട്ടാ. 12 മണിക്ക് ഡയനെത്തും കേക്കും കട്ടി. സെലിബ്രിറ്റി മാത്രമല്ല, എന്റെ പാട്ടുമുണ്ട്. അതും കൂടെ കണ്ടിട്ട് നീ പോവും. ആ സിനിമക്കാരൻ വരെ കഴുപ്പണം കേട്ടോ മരത്ത് പറഞ്ഞിരിക്കണം. കഴിഞ്ഞ ഓണത്തെ പോലെ വന്ന് എൻ്റെ അടുത്ത് വല്ല കോണ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ സോം മാറും. അവസാനം ഞാൻ സെക്രട്ടറി ആണെന്ന് നോക്കുന്നില്ല. താൻ ടെൻഷൻ അടിക്കണ്ട. അവരുടെ കാര്യം പ്രസിഡന്റ് ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളെ നോക്കിക്കോ കാര്യങ്ങൾ. പങ്കുവിൻ്റെ ഒരു കാര്യം. നിന്റെ അച്ഛൻ ന്യൂ ഇയർ മദ്യമില്ല. ന്യൂ ഇയർ മദ്യം ഒരു പൈൻ്റെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടും, കാശുണ്ടാ എന്നാ കിട്ടും. ഡേ കഞ്ഞിക്കുഴി, നീ ആ GNPC പോസ്റ്റ് വല്ല കമന്റ് വന്നോ നോക്ക്. ഫേസ്ബുക്ക് GNPC. ഡേ കൊള്ളാലോ, 2000 ചില്ലുവാനും ലൈക്സും 1500 കമന്റ്സും. ആണോ? വായിച്ചൊക്കെ ഗുണമുള്ള വല്ലതും ഉണ്ടാ? മച്ചാന്മാരെ, നിങ്ങൾ ഇന്ന് ദുബായിക്ക് വാ, നമുക്ക് പൊളിക്കാം. ദുബായിലേക്ക് അവനോട് ടിക്കറ്റിനുള്ള കാശും കൂടെ ഇട്ടേരാൻ പറഞ്ഞു. അവന്റെ ഒരു ദുബായ്. നീ ആ ട്രിവാൻഡ്രത്തുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കടാ. എറണാകുളം, പത്തനാപുരം, കൊയിലാണ്ടി. കേട്ടിട്ടുണ്ട്. ട്രിവാൻഡ്രം വായിക്ക്. നമ്മുടെ ഫ്ലാറ്റിലെ പങ്കുജാക്ഷൻ നീയൊക്കെ കുപ്പി കിട്ടാതെ മുടിയുമെടാ തെണ്ടികളെ എന്നാവും കമന്റ് തെണ്ടികൾ. ദൈവമേ, അവൻ തൊലഞ്ഞ്. പിന്നെ പിന്നെ പ്രായല്ലേ, ആദ്യം കുപ്പി ഇട്ടോ നോക്കട്ടെ. മാഷെ
നമുക്ക് ആ പഴയ കുപ്പിയും പിന്നെ ആ പ്ലാസ്റ്റിക് പൊട്ടിയ പാട്ടയെല്ലാം കൊടുത്ത് വിറ്റ് കഴിഞ്ഞാൽ കുപ്പി കിട്ടും. ഇനി എന്ത് ചെയ്യാ? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? ഒരു റബ്ബർ ബാൻഡും വാങ്ങിച്ച് വലിച്ചോണ്ടിരിക്കുക. ബീവറേജ് കുത്തി പൊളിക്കാൻ വല്ല വഴിയുണ്ടോ? ഇല്ല. ഡാ, രണ്ടെണ്ണം അടിക്കാനുള്ള വഴിയുണ്ടോ നോക്കി ചാറ്റ്. പിന്നെ എവിടെ നിർത്തടിക്കാൻ? നിർത്തണം. എടാ എന്താ അവള് പറയുക എന്നെ ഇപ്പൊ കാണണമെന്ന്. എന്നാൽ 1000 രൂപ മേടിച്ചിട്ടുണ്ടോ? നമുക്ക് പൊളിക്കാൻ. ചോദിക്കായിരുന്നു, എന്ത്? പക്ഷെ നമ്മള് താജി പോവാന്ന് ഞാൻ അവളോട് പറഞ്ഞു. സാമദ്രോഹി.